അപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സന്ദേശം വളരെ വീണ്ടും ഇതിൽ വന്നപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞു അത് ഓക്കെ. നമസ്കാരം. സത്യനന്ദിക്കാടിൻ്റെ ഈ കണ്ണീര് മലയാളികളുടെ മുഴുവൻ കണ്ണുനീരാണ്. 1000 ചിന്തകളും ജീവിതത്തിൻ്റെ കുനിഷ്ടും സൗന്ദര്യവും കാണിച്ചു തന്ന ശേഷം ഒരു തുള്ളി കണ്ണീർ നമുക്ക് ബോണസായി നൽകിയേ തിയേറ്ററിൽ നിന്നും പ്രേക്ഷകരെ ശ്രീനി ഇറക്കി വിട്ടിരുന്നുള്ളൂ. സമൂഹത്തെ ചിന്തിപ്പിച്ചുണർത്തുക എന്ന മനോഹരമായ ദൗത്യമാണ് ഈ മനുഷ്യൻ ഇക്കാലം അത്രയും ചെയ്തു തന്നത്. കുഞ്ചനും തുഞ്ചനും പൂന്താനവുമില്ലാതെ മലയാളിക്ക് ഒരു ജീവിതമില്ല. സിനിമയിലെ കുഞ്ചനും പൂന്താനവുമായിരുന്നു ശ്രീനിവാസൻ. ലളിതമായ ആശയങ്ങളിലൂടെയും ചിന്തയിലൂടെയും അരമുള്ള രഹസ്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ശേഷമാണ് ശ്രീനിവാസൻ മടങ്ങിയത്. ഒരു കണ്ണീർക്കണത്തിന് ചുറ്റും തെളിയുന്ന കുറേ ജീവിതങ്ങൾ, അതായിരുന്നു ശ്രീനിയുടെ സിനിമകൾ അധികവും. തൊഴിലില്ലാത്തവൻ്റെയും പൊങ്ങച്ചക്കാരൻ്റെയും കപട ആത്മീയവാദിയുടെയും കപട കുടുംബ ബന്ധങ്ങളുടെയും എത്രയോ കഥകൾ. ശ്രീനിയുടെ രാഷ്ട്രീയ സിനിമകൾ മേലാളന്മാരെ ചില്ലറയല്ല പൊള്ളിച്ചു കളഞ്ഞത്. കഴിഞ്ഞ 4 നൂറ്റാണ്ടായി ഓരോ തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടാകുമ്പോഴും വലതുപക്ഷത്തിന് കമ്മ്യൂണിസ്റ്റുകളെ കുത്താൻ കിട്ടിയ ഒരു വലിയ ആയുധമായിരുന്നു കുമാരപിള്ള സാറിൻ്റെ താത്വികമായ അവലോകനം. ഇന്ന് കവി കാണുന്ന സ്വപ്നം നാളെ എല്ലാവരും കാണുന്നു എന്നൊരു ചൊല്ലുണ്ട്. 4 നൂറ്റാണ്ട് മുമ്പ് ശ്രീനി ഉണ്ടാക്കിയ സിനിമകളെല്ലാം ഇന്ന് രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളായി പരിണമിച്ചിരിക്കുന്നു. എന്താണ് ശ്രീനി മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവന? ആ ചോദ്യത്തിന് സിമ്പിളായി അദ്ദേഹം ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്യേണ്ടതില്ല എന്ന് വെച്ച ഒരു 100 ചിത്രങ്ങളാണ് എൻ്റെ മലയാള സിനിമയ്ക്കുള്ള സംഭാവന. സിനിമയുടെ 7 അയലത്ത് പോലും ചവറുകളെ അടുപ്പിക്കാതിരിക്കുക എന്നതായിരുന്നു ശ്രീനിയുടെ ഒരു നയം. നടനായിരുന്നോ, തിരക്കഥാകൃത്തായിരുന്നോ, സംവിധായകനായിരുന്നോ ഈ പാട്ടിത്തുകാരൻ? പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, ഈ പാട്ടുപാടി ചുവട് വെച്ച് വരുന്ന ശ്രീനിയുടെ ചുവടുകൾ കണ്ട് ചിരിക്കാത്തവർ ഉണ്ടാകില്ല. ഒരു നൃത്തഗുരുവിനും പകർന്നു നൽകാൻ കഴിയുന്നതായിരുന്നില്ല ആ ചുവടുകൾ. നാടോടിക്കാറ്റിൽ വിജയനും ദാസനും അനുഭവിച്ച ദാരിദ്ര്യത്തിൻ്റെ ചിത്രം പഴയ തലമുറയുടെ അനുഭവങ്ങൾ തന്നെയായിരുന്നു. പ്രീ ഡിഗ്രി അത്ര മോശം ഡിഗ്രിയല്ല എന്ന് മലയാളികൾക്ക് തോന്നി തുടങ്ങിയത് നാടോടിക്കാറ്റിലെ വിജയൻ പറഞ്ഞപ്പോഴാണ്. തവണ മുടങ്ങിയതോടെ എടുത്ത വാഷിംഗ് മെഷീൻ്റെ വില ചോദിച്ച് കടക്കാരൻ തലയണ മന്ത്രത്തിലെ ഉർവശിയെ പലതവണ വിളിക്കുന്നു. പണമില്ലെങ്കിൽ സഹകരിച്ചാൽ മതിയെന്നായി കടക്കാരൻ. ഭാര്യ അത് ഭർത്താവിനോട് പറയുന്നു. അയാൾ നേരെ കടക്കാരൻ്റെ മുമ്പിൽ ചെല്ലുന്നു. അടിപിടിയായി, ബഹളമായി. അവിടെ വെച്ച് ശ്രീനി പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഇന്ത്യ എത്രയോ രൂപ അമേരിക്കയിൽ നിന്നും കടമെടുക്കുന്നു, കൊടുക്കാൻ വൈകിയാൽ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ വിളിച്ച് തെറി പറയുമോ? സംഘർഷാത്മകമായ ഒരു രംഗത്തെ ഫലിതം കൊണ്ട് നേരിടുന്ന ഒരു കഥാപാത്രം പോലെയായിരുന്നു ശ്രീനി ജീവിതത്തിലുമെന്ന് അടുപ്പക്കാർ പറഞ്ഞിട്ടുണ്ട്. സന്ദേശവും വരവേൽപ്പും ഇടതുപക്ഷ പാർട്ടികളുടെ രാഷ്ട്രീയത്തെയും തൊഴിലാളി മുതലാളി ബന്ധത്തെയും തൊലി ഉരിച്ച് നമുക്ക് കാട്ടിത്തന്നു. സന്ദേശത്തിൻ്റെ ക്ലൈമാക്സ് കണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ശ്രീനിയെ ശത്രുപക്ഷത്താക്കി. ഇയാൾ അരാഷ്ട്രീയവാദം പ്രചരിപ്പിക്കുന്നുവെന്നായിരുന്നു അവരുടെ ആക്ഷേപം. ഊമക്കത്തുകളായി, ഭീഷണിയായി. അപ്പോഴും ശ്രീനിവാസൻ ചിരിച്ചതേയുള്ളൂ. വിരൽത്തുമ്പ് കൊണ്ടുപോലും അഭിനയിക്കുന്ന ശങ്കരാടിയുടെ കുമാരപിള്ള സാർ കാണിച്ച ആ അന്തർധാര എന്തെന്ന് മലയാളികൾക്കിപ്പോൾ കുറേശ്ശെ മനസ്സിലായി തുടങ്ങി. അച്ഛൻ വെറുമൊരച്ഛനല്ല, ഒരു വിപ്ലവകാരിയുടെ അച്ഛനാണ് എന്ന കോട്ടപ്പള്ളിയുടെ വാക്ക് കേട്ട് പിതാവായ തിലകൻ അഭിമാനിക്കുന്ന ഒരു മുഹൂർത്തമുണ്ട് സന്ദേശം സിനിമയിൽ. തട്ടാൻ ഭാസ്കരൻ കാമുകിയെ കബളിപ്പിക്കാൻ കൊടുത്ത 5 പവൻ പൂശി തെളിഞ്ഞ് ചെമ്പായതോടെ നാട്ടിൽ കലാപമായി മാറി. അടച്ചുപൂട്ടിവെച്ച പല രഹസ്യങ്ങളും അതോടൊപ്പം പുറത്തു വന്നു. ഹാജിയാരുടെ കെട്ടിപ്പൂട്ടിവെച്ച സുന്ദരിയായ ബീവി പുറത്തു വന്ന രംഗം കണ്ട് ജനങ്ങൾ അന്താളിച്ചു. രഘുനാഥ് പലേരിയുടെ തിരക്കഥയിൽ ശ്രീനി തകർത്താടുകയായിരുന്നു പൊന്മുട്ടയിടുന്ന താറാവിൽ. ചെമ്പ് പുറത്തായ ഇന്നത്തെ രാഷ്ട്രീയം കൂടിയാണ് അന്നേ ആ സിനിമ തട്ടാൻ ഭാസ്കരനിലൂടെ കാണിച്ചു തന്നത്. വ്യത്യസ്തനായ ബാർബർ ബാലനായി ചരിത്രം കുറിച്ച സിനിമയായിരുന്നു കഥ പറയുമ്പോൾ. തളത്തിൽ ദിനേശനും ക്യൂബ മുകുന്ദനും കാരക്കൂട്ടിൽ ദാസനുമൊക്കെ ഇന്നും നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ ഉണ്ട്. തേന്മാവിൻ കൊമ്പത്തിലെ അപ്പക്കാളയായും മറവത്തൂർ കനവിലെ മരുതായും എത്ര പ്രാകൃതമായ വേഷത്തിലാണ് ശ്രീനി നമ്മെ ചിരിപ്പിച്ചത്. ഇങ്ങനെ തന്നെത്താൻ ട്രോളിയ ഒരു നടൻ മലയാള സിനിമയിൽ വേറെയില്ല. മിഥുനം സിനിമയിലെ ചേർക്കളം സ്വാമിയുമായി ബന്ധപ്പെട്ട കൂടോത്ര രംഗം ഓർക്കുന്നില്ലേ? കൂടോത്രം ചെയ്യുന്നവനെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വകുപ്പിലിട എന്നൊരു പറച്ചിലുണ്ട്. വരവേൽപ്പെന്ന സിനിമയ്ക്കൊടുവിൽ മോഹൻലാൽ കാമുകിയോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ബന്ധങ്ങളെന്നൊക്കെ പറയുന്നത് അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലം വരെയൊക്കെ ഉള്ളൂ. സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം നഷ്ടമായതിൻ്റെ ഒരു വിങ്ങലായിരുന്നു ആ സംഭാഷണത്തിൽ. ഗൾഫിൽ നിന്നും തിരിച്ചു വന്ന് സമ്പാദിച്ചു കൂട്ടിയതെല്ലാം സഹോദരങ്ങൾക്ക് വേണ്ടി ചെലവാക്കി സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തി വീണ്ടും തിരിച്ചു പോകുന്ന ഒരു പ്രവാസിയായിരുന്നു വരവേൽപ്പിലെ മുരളി. കഥ പറയുമ്പോൾ ഒരർത്ഥത്തിൽ
കുചേലൻ്റെയും കൃഷ്ണൻ്റെയും കണ്ടുമുട്ടലിനെ ഓർമ്മിപ്പിച്ച സിനിമയായിരുന്നു. മമ്മൂട്ടിയുടെ അശോക് രാജ് ദീർഘമായ പ്രസംഗത്തിലൂടെ സകലരെയും കരയിപ്പിച്ചു കളഞ്ഞു. അതൊരു ശ്രീനി മാജിക്കായിരുന്നു. വിദേശത്തെ വിപ്ലവം അടച്ചിട്ട മുറിയിലെ നിലക്കണ്ണാടിക്ക് മുമ്പിൽ ഇൻകുലാബ് വിളിച്ചു തീർത്ത ക്യൂബ മുകുന്ദൻ ഇന്ത്യൻ കമ്മ്യൂണിസത്തിൻ്റെ ഗതികേടിനെ എത്ര കൃത്യമായി വരച്ചു കാട്ടി. ഗോളാന്തര വാർത്ത എന്ന സിനിമ ഓർക്കുന്നില്ലേ? ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്ത ചരിത്രം ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് ശങ്കരാടി ചോദിക്കുമ്പോൾ കാരക്കൂട്ടിൽ ദാസൻ ചിരിച്ച ഒരു ഓഞ്ഞ ചിരിയുണ്ട്. അതാർക്കും മറക്കാൻ കഴിയും. സിനിമയിൽ ഞാൻ ഒന്നുമല്ലാതിരുന്ന കാലത്ത് കൈനോക്കി ഒരാൾ ഫലം പറഞ്ഞിരുന്നതായും ഇയാൾ സിനിമയിൽ വലിയ പദവിയിലെത്തുമെന്നും അയാൾ ഫലം പറഞ്ഞപ്പോൾ തനിക്ക് പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയതെന്നും പറഞ്ഞിട്ടുണ്ട് ശ്രീനിവാസൻ. ഒടുവിൽ അജ്ഞാതനായ ആ മനുഷ്യൻ പറഞ്ഞതെല്ലാം അക്ഷരാർത്ഥത്തിൽ സത്യമായി തന്നെ ഭവിച്ചു. സിനിമയിൽ ഒരു ഗ്രൂപ്പിലും ആരും കണ്ടിട്ടില്ല ശ്രീനിവാസനെ. കമ്മ്യൂണിസം പിറന്ന മണ്ണിൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകനായി ജനിച്ചിട്ടും ശ്രീനിവാസൻ ഒരിക്കലും പാർട്ടിക്ക് അടിമയായില്ല. പാർട്ടിക്ക് തെറ്റിയപ്പോഴൊക്കെ സിനിമയിലൂടെ അതിന് മറുപടി നൽകി. ആ സിനിമ ഇന്നും പാർട്ടിയെ പൊള്ളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏത് കലയും അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നത് ഇത്തരം കലാകാരന്മാർ സമൂഹത്തോട് പ്രതിജ്ഞാബദ്ധരാകുമ്പോഴാണ്. തലയണ മന്ത്രവും നാടോടിക്കാറ്റും ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും മിഥുനവും വരവേൽപ്പുമൊക്കെ കണ്ടിറങ്ങിയ കാലത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അമ്മ വീട്ടിലേക്ക് വിരുന്നു പോകുന്ന പോലെയായിരുന്നു അക്കാലത്ത് തിയേറ്ററിലേക്കുള്ള ആ യാത്രകളെല്ലാം. 7-8 അടി ഉയരമുള്ള ഒരു കൊലയാളി മുമ്പിൽ നിന്ന് സകല ആയുധങ്ങളും തുറന്നു വെച്ച് വെല്ലുവിളി മുഴക്കുമ്പോൾ നാടോടിക്കാറ്റ് എന്ന സിനിമയിൽ വിജയൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ദാസ, ഏതവനാ ഈ അലവലാതി? അപ്പോൾ പവനായി എന്ന പ്രൊഫഷണൽ കില്ലർ പറയുന്നുണ്ട്: നോ, ഐ ആം നോട്ട് ആൻ അലവലാതി. പ്രതിഭകൾ യാത്രയാകുമ്പോൾ നമ്മൾ ക്ലീഷയായി പറയുന്ന ഒരു വാക്കുണ്ട്: നികത്താനാകാത്ത നഷ്ടമെന്ന്. സത്യത്തിൽ ആ വാക്ക് നിരർത്ഥകമാണ്. ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് അവർ നമുക്ക് തന്നതൊക്കെ അക്ഷയഖനികളാണ്. ഒരർത്ഥത്തിൽ ഒരു നഷ്ടവും നമുക്കുണ്ടാക്കാതെയല്ലേ അവരൊക്കെ കടന്നു പോകുന്നത്. നമുക്ക് ലാഭങ്ങൾ മാത്രം നൽകി മടങ്ങുന്നവർ. ഉടലില്ലെങ്കിലും നിങ്ങൾ ഉയിര് കൊടുത്ത ആ കഥാപാത്രങ്ങളാണ് ഇനി മലയാളത്തിൻ്റെ സ്വത്ത്.